ഇന്ന് ഈ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ചവരും ഇതിഹാസ അലങ്കരിക്കുന്നവരും അവരവരുടെ രാജ്യത്തിൻ്റെ പ്രതാപവും ചരിത്രവും പേറി വന്നവർ മാത്രമാണ്. പാരമ്പര്യത്തിൻ്റെ പിൻതലമുറക്കാർ മാത്രമാണ്. എന്നാൽ പോർച്ചുഗൽ ചരിത്രം നാളത്തെ തലമുറയോട് സംസാരിക്കാൻ പോകുന്നത് തുടക്കവും ഒടുക്കവും ഒരാളിലൂടെ സഞ്ചരിച്ച കഥയിലൂടെ മാത്രമായിരിക്കും. ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന മനുഷ്യനിലൂടെയാണ് പോർച്ചുഗൽ ഫുട്ബോൾ നാളെ സംസാരിക്കാൻ പോകുന്നത്. അയാളില്ലാതായാലും അയാളുടെ ചരിത്രം എക്കാലത്തും വാഴ്ത്തപ്പെടും. ഇനി വരുന്ന തലമുറ പോലും അതിനെ പിന്തുടരേണ്ടി വരും. ഈ നേട്ടങ്ങളെയല്ലേ മഹത്വവൽക്കരിക്കപ്പെടേണ്ടത്? ഈ സവിശേഷതയല്ലേ അഭിനന്ദിക്കേണ്ടത്? ഈ മനുഷ്യനെയല്ലേ ആദരിക്കേണ്ടത്? അദ്ദേഹമല്ലേ യഥാർത്ഥ ഹീറോ? തെരുവിലൊരു മുത്തശ്ശി കഥ പോലും പറയുവാനില്ലാത്ത രാജ്യത്തെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചവരും അയാളായിരുന്നില്ലേ? പിന്നീട് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ 40 വയസ്സുവരെ തൻ്റെ ജീവിതം അവർക്കായി സമർപ്പിച്ച ആ മനുഷ്യായുസിനെയല്ലേ ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും മികച്ചവനായി പരിഗണിക്കപ്പെടേണ്ടത്, വാഴ്ത്തപ്പെടേണ്ടത്? പട്ടിണിയിൽ നിന്നും തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച ആ കുഞ്ഞു റൊണോയല്ലേ ലോകത്തിന് മാതൃകയാവേണ്ടത്? ആത്മവിശ്വാസം കൊണ്ട് സമാനതകളില്ലാത്ത നേട്ടം കൊയ്ത റൊണാൾഡോ എന്ന യുവാവല്ലേ പുതിയ തലമുറയ്ക്ക് പഠനമാകേണ്ടത്? ലഹരിയെ തൊട്ടു തീണ്ടാത്ത തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ഒരു മകനല്ലേ നമ്മൾ ഓരോ മക്കളിലും വളർത്തിയെടുക്കേണ്ടത്? ആ റിയാലിറ്റിയല്ലേ റിയൽ ലൈഫിൽ ഫോളോ ചെയ്യേണ്ടത്? അതെ, റൊണാൾഡോ എന്ന മനുഷ്യൻ ഫുട്ബോളിൽ മാത്രമായിരുന്നില്ല, ഈ ലോകത്തിൻ്റെ തന്നെ നായകനായിരുന്നു, വഴികാട്ടിയായിരുന്നു, പ്രചോദനമായിരുന്നു.